പരീക്ഷയിൽ A+ നഷ്ടപ്പെടാനുള്ള ചാൻസ് എങ്ങനെയാ കൂടുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഈ ഒരു മാറ്റം നിങ്ങളെ എങ്ങനെയാണ് തളർത്താൻ പോകുന്നത്? ക്വസ്റ്റ്യൻ പാറ്റേൺ അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ A+ കിട്ടുള്ളൂ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കിനെക്സ്. എല്ലാവർക്കും ആർക്കിനെക്സിലേക്ക് സ്വാഗതം. ആൻഡ് ദിസ് ഇസ് യുവർ അശ്വിനി മിസ്, നിങ്ങളുടെ സ്വന്തം അശ്വിനി മിസ് ആണ്. അപ്പൊ നമ്മുടെ SSLC പുതിയ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാണല്ലേ. അപ്പൊ 9ാം ക്ലാസ് വരെ സത്യം പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ ഒരു ചെറിയ കുട്ടികളായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ നിങ്ങൾ SSLC എത്തി, അതായത് 10ാം ക്ലാസ് എത്തി. ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് 10ാം ക്ലാസ് ആണ് എന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പേടിക്കേണ്ട ഒരു വർഷമാണോ ഈ SSLC എന്ന് പറയുന്നത്? പേടിക്കേണ്ട വർഷം തന്നെയാണല്ലേ. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർട്ടി സാറും അഞ്ചു സാറും കൃത്യമായ ഒരു എന്താ പറയാ റിപ്പോർട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് 2016 മുതൽ 2025 വരെയുള്ള വർഷങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു അല്ലെ, കൂടി വരികയല്ലേ ചെയ്യുന്നേ. ഓരോ വർഷം പോകും തോറും ഫുൾ A+ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ പേടിക്കേണ്ട വർഷമാണോ? പേടിക്കേണ്ട വർഷം തന്നെയാണ്. കാരണം ഈ കുറയുന്ന കൂട്ടത്തിലാണോ നമ്മൾ ഉണ്ടാവേണ്ടതല്ല. ഫുൾ A+ എന്തായാലും നേടുമെന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. അതായത് നമ്മുടെ എല്ലാ മറ്റു കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മൾ കൃത്യമായ ഒരു സ്കെഡ്യൂളിലൂടെ ടൈം ടേബിളിലൂടെ നമ്മളൊന്ന് ഇരുന്ന് പഠിക്കേണ്ടി വരും അല്ലെ. എന്നാൽ മാത്രമേ നമ്മുടെ വീട്ടുകാർക്കും നമുക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. അതായത് ഫൈനൽ റിസൾട്ട് വരുമ്പം ചിരിച്ചോണ്ട് ആ റിസൾട്ട് നോക്കി സന്തോഷത്തോടു കൂടി നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നമുക്ക് കെട്ടിപ്പിടിച്ച് എനിക്ക് ഫുൾ A+ കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ പേടിക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രോപ്പ്? അതായത് ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ഈ ഫുൾ A+ വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കെമിസ്ട്രിയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ബയോളജി മിസ് അല്ലേ. അപ്പൊ ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ബയോളജിയിൽ ഈ വർഷം SSLC ഈ വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന മാറ്റം അല്ലെ. കുറെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അവർ മാറ്റിയിരിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങളിത് ഓൾറെഡി നേരിട്ടു. കാരണം 9ാം ക്ലാസ്സിൽ നിങ്ങളിത് നേരിട്ടിട്ട് വീണ്ടും 10ൽ എത്തിയപ്പോൾ 10ൽ നിങ്ങളിത് നേരിടാൻ പോവാണ്. 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറ്റി. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല മാറ്റിയത്, നന്നായിട്ട് കണ്ടന്റുകളൊക്കെ അവർ ഡീപ്പായിട്ട് കൊണ്ടുവന്ന് നല്ല എന്താ പറയാ നോളജ് കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്കിയിട്ട് അവരതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ ആ ലോക്കൽ രീതിയിൽ നിന്ന് നല്ല സ്റ്റാൻഡേർഡ് രീതിയിലേക്കാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിരിക്കുന്നത്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ സ്ഥിതി ഇത് തന്നെയാണ് അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വന്നില്ലേ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നമ്മളൊന്ന് കൃത്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സിന്റെ ഓർഡർ ഒക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അവര് പല ചാപ്റ്റേഴ്സും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 9ാം ക്ലാസ് നമ്മളത് ഓൾറെഡി കണ്ടു. അതേപോലെ 10ലും അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ചില പുതിയ പുതിയ കണ്ടന്റുകൾ ടോപ്പിക്കുകളൊക്കെ ഓരോ ചാപ്റ്ററിലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയൊരു മാറ്റമാണോ മിസ്സേ ടെക്സ്റ്റ് ബുക്കിൽ വന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ബയോളജിയുടെ കേസ് മിസ് പറഞ്ഞു തരാം, അത്ര വലിയൊരു മാറ്റം ഒന്നും വന്നിട്ടില്ല അല്ലെ. നമ്മൾ പേടിക്കേണ്ട രീതിയിലുള്ള വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കണ്ടന്റുകൾ കുറേയൊക്കെ സെയിം തന്നെയാണ്. ഇപ്പൊ ആദ്യത്തെ 3 ചാപ്റ്റർ എടുത്ത് നോക്കിയാലും കണ്ടന്റുകളൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. ചില ടോപ്പിക്കുകൾ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓരോ കണ്ടന്റും കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ലെവലിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് താങ്ങാനും പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. ഇപ്പൊ ബയോളജിയിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ, ജീവന്റെ ജനിതകം. അപ്പൊ പാർട്ട് 1ലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഈ ജെനറ്റിക്സ്, ജനിതക ശാസ്ത്രം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ SSLC ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2ാം പാർട്ടിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഈ ജനിറ്റിക്സ് കൊടുത്തിരുന്നത്. പക്ഷെ അത് ഫസ്റ്റ് ചാപ്റ്റർ ആക്കിയിട്ടുണ്ട് അല്ലെ. അത് മാത്രമല്ല അതിന്റെ ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് DNA-യുടെ ഘടന, DNA-യുടെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ മെന്റലിന്റെ കുറെ എക്സ്പീരിമെന്റ്സ് അല്ലെ, അതായത് പരീക്ഷണങ്ങളൊക്കെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? ഈ ഒരു ജെനറ്റിക്സ് ഓഫ് ലൈഫ്, അതായത് ജീവന്റെ ജനിതകത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി 2ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കേ, പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ SSLC ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ആയിരുന്നു പരിണാമം, എവല്യൂഷൻ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് 2ാമത്തെ ചാപ്റ്ററാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഒരു ക്ലബിംഗ് നിങ്ങൾക്ക് കാണാം. അതായത് 2ാമത്തെ ചാപ്റ്ററിൽ എവല്യൂഷൻ ആണെങ്കിൽ എവല്യൂഷനോടൊപ്പം തന്നെ എന്തുകൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്?
എവല്യൂഷനോടൊപ്പം തന്നെ അവര് നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെ, നെർവസ് സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ നാഡീ വ്യവസ്ഥ കൂടി അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്തു. പരിണാമവും അതുപോലെ നാഡീ വ്യവസ്ഥയും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിന്റെ വലുപ്പം ഒന്ന് കൂടിയോ, വലുപ്പം ഒന്ന് കൂടി. കണ്ടന്റ് കൂടിയോ, കണ്ടന്റ് കൂടി. പഠിക്കേണ്ട സമയം കൂടിയോ, സമയവും കൂടിയിട്ടുണ്ട് അല്ലെ. അടുത്തതാണ് ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെ, അതായത് സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് അല്ലെ. ചെവി, കണ്ണ്, നമ്മുടെ സെൻസ് ഓർഗൻസ് ഇല്ലേ, അവരുടെ സ്ട്രക്ചറും പാർട്സിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ്? ഈ ഒരു തേർഡ് ചാപ്റ്ററിലാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ ഈ 3 ചാപ്റ്ററും ആവശ്യത്തിന് കണ്ടന്റ് ഉള്ള വലിയ ചാപ്റ്ററുകളാണ്. അപ്പൊ ആവശ്യത്തിന് സമയം എടുത്ത് വേണം നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ വലിയ മാറ്റമാണോ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അത്ര വലിയ രീതിയിലുള്ള മാറ്റമൊന്നുമല്ല. ചെറിയ മാറ്റങ്ങൾ തന്നെയാണ്. 1-2 ടോപ്പിക്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില കണ്ടന്റുകൾ കൂടുതലായിട്ട് അവർ ഡീപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ളൂ. പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഓക്കെ. പക്ഷേ അപ്പൊ എവിടെയാണ് മിസ് ഈ വെല്ലുവിളി നേരിടുക? എവിടെയാ വെല്ലുവിളി നേരിടുക? ഞാൻ പറഞ്ഞല്ലോ ചില ടോപ്പിക്കുകൾ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ആഡ് ചെയ്ത ടോപ്പിക്കുകൾ, ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ പാഠം അല്ലെ, നമ്മുടെ ജനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിൽ ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ അവർ ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ക്രോമസോമിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ, ഘടന അല്ലെ, ക്രോമസോമിന്റെ ഘടന അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം ശരിക്കും നിങ്ങൾ എവിടെയാ പഠിക്കേണ്ടതെന്ന് അറിയോ? പ്ലസ് ടുക്കാര് പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിലെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 10ാം ക്ലാസ്സിന്റെ ഈ ചാപ്റ്ററിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലസ് 2ൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്. എല്ലാം അല്ലെങ്കിലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ കണ്ടന്റ് കുറച്ച് കൂടി, അതൊരു നിങ്ങൾക്കൊരു പുതിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് അല്ലെ. യെസ്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാം? വീണ്ടും ഒരു എക്സ്ട്രാ ടോപ്പിക് കാണാം. ആ ടോപ്പിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. അതായത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ശരിക്കും നിങ്ങൾ പ്ലസ് 2ൽ പഠിക്കേണ്ടതാണ്. പക്ഷെ അത് ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ NCERT ലെവലിൽ നിന്ന് ചില സാധനങ്ങൾ, ചില ടോപ്പിക്കുകൾ അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സാധനങ്ങളുടെ കൂടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലബ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇതൊരു വെല്ലുവിളിയല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. ഇതൊക്കെ പോട്ടെ, ഒരു കുട്ടി മിസ്സേ എല്ലാ ടോപ്പിക്കും ചാപ്റ്റേഴ്സും ഒക്കെ ഞാൻ സെറ്റാക്കി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ നല്ല കോൺഫിഡന്റ് ആയിട്ടിരിക്കും. നല്ല കാര്യം തന്നെയാ. പക്ഷെ ഏതൊരു കുട്ടി എത്രത്തോളം പഠിച്ചാലും അവർ എക്സാമിന്റെ സമയത്ത് ഒന്ന് പതറും. എന്തുകൊണ്ടാണ്? നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് എന്ത് വേണം? ഒരു അടുപ്പം വേണം അല്ലെ. ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും പാറ്റേൺ അറിഞ്ഞു വേണം നിങ്ങൾ ഇനി മുതൽ പഠിക്കാൻ. നിങ്ങൾ വെറുതെ കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. മാറുന്ന ചോദ്യങ്ങൾ, അതായത് ചോദ്യങ്ങളുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്ന രീതി മനസ്സിലാക്കി വേണം നിങ്ങൾ ഇനി പഠിക്കാൻ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ 9ാം ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നോ? അല്ല. പണ്ടത്തെ പോലത്തെ ഒരു ലോക്കൽ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നോ? അല്ല. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. നന്നായിട്ട് പഠിച്ചൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് ഒന്ന് തട്ടിമുട്ടി പഠിച്ച ആൾക്കാരാണെങ്കിൽ അവരൊന്ന് കുഴഞ്ഞിട്ടുണ്ടാവും. കാരണം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 9ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. 10ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പറും വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ചോദ്യങ്ങളുടെ രീതിയെല്ലാം വളരെ അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. അവരുടെ ലെവൽ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞു പഠിച്ചാലേ നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷ ഈസി ആവുള്ളൂ. ഈ വരുന്ന ബയോളജി എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും A+ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാറുന്ന ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും അറിഞ്ഞിരിക്കുക, അറിഞ്ഞു പഠിക്കുക. അപ്പൊ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതിനോട് കൂടെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്ന് കൂടി അറിഞ്ഞു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം A+ ഈ വർഷം വാങ്ങാനായിട്ട് പറ്റും. ഈ വെല്ലുവിളികളെല്ലാം നമ്മൾ നേരിടും. ഈ വെല്ലുവിളികളൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളത്. കൂടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിത്തരാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. RK ടീം ഇവിടെ റെഡിയാണ്. സോ മക്കളെ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലൊക്കെ ഉണ്ട്. അപ്പൊ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ,
89000301 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കിട്ടും. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളും ലൈവിന്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബയോളജിയിൽ A+ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. പോട്ടെ, രണ്ടാമത്തത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി വരും വർഷങ്ങളിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ സ്റ്റാൻഡർഡൈസ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് എല്ലാവരും, അതായത് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും A+ എന്നുള്ളത് മാറിയിട്ട് പഠിച്ചെഴുതുന്ന കുട്ടികൾക്ക് A+ കിട്ടുള്ളൂ എന്നുള്ള ലെവലിലേക്കാണ് നമ്മുടെ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, എക്സാംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും ആ ലെവലിലേക്ക് ഉയരണം. ഓരോ കുട്ടിയും ഓരോ വിദ്യാർത്ഥിയും ആ ഒരു ലെവലിലേക്ക് പഠിച്ചുയരണം. അല്ല, നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകുന്തോറും ഓരോ വർഷവും പല പല വെല്ലുവിളികളൊക്കെ നേരിടും. അപ്പൊ ഇതെന്ത് ചെയ്യുക, അതിന്റെ ഒരു പ്രാക്ടീസായി മാത്രം കണ്ടാൽ മതി അല്ലേ. 15-ാം വയസ്സിൽ SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ നല്ല ലെവലായി മാറുകയാണ്, ഞാൻ നല്ല ലെവലിൽ പഠിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇനി മുന്നോട്ടേക്ക് പോകും തോറും എനിക്ക് എല്ലാം നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു വർഷം നേരിടുക. നിങ്ങൾക്ക് എന്തായാലും A+ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. ബയോളജിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം അറിഞ്ഞു പഠിക്കുക. നമ്മളുണ്ട് കൂടെ, പേടിക്കേണ്ട. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ.